പെർഫോമൻസ് അടിപൊളിയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 185 മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്ത്, ട്യൂൺ ചെയ്തതിനു ശേഷവും ചെക്ക് ചെയ്ത് 185 കിട്ടുന്നുണ്ട്. നമുക്ക് വരുന്നത് ടിവിഎസിന്റെ കിറ്റ് ആണ്. ഇത് വന്നിട്ട് 4 സ്ട്രോക്ക് ബജാജ് 4 സ്ട്രോക്ക് BS4 കിറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇത് രണ്ട് മോഡൽ ടാങ്ക് വരുന്നുണ്ട്. ഇത് ചെറിയ ടാങ്കാണ് വരുന്നത്. ഇതിൽ നീളം കൂടിയ ടൈപ്പ് ടാങ്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് 2 സ്ട്രോക്ക് വണ്ടിക്കാണ്. ഒറ്റ ബോക്സിന് നമ്മൾ കിറ്റിൽ തന്നെ വരും. അതുപോലെ തന്നെ നമുക്ക് വയറിംഗ് ഒന്നും കട്ട് ചെയ്യേണ്ടി വരില്ല. എല്ലാം കപ്ലർ വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. നമ്മൾ ആൾട്രേഷൻ ചെയ്ത് ഒരു പരിപാടി ചെയ്യേണ്ടി വരത്തില്ല. എല്ലാം കപ്ലറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ വണ്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. പെട്രോൾ ആണെങ്കിലും നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. LPG ആണെങ്കിൽ നമുക്ക് ഓൾറെഡി LPG ടാങ്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. നമുക്ക് ആ സ്പേസിൽ തന്നെ നമുക്ക് ഈ ടാങ്ക് എടുത്ത് വെക്കാം. പെട്രോളാകുമ്പോൾ നമ്മൾ അവിടെ വേക്കൻറ്റ് സ്പേസ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഈ CNG ടാങ്ക് ഫിറ്റ് ചെയ്യും. സൈഡിൽ CNG വരുമ്പോഴത്തേക്കും ഒരുപാട് ലോക്കൽ കിറ്റ്സ് നമുക്ക് വന്നിട്ട് ചെയ്ത് കുറെ കൺവേർഷൻ ചെയ്തിട്ട് പോകുന്നത് കാണാം. ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരെയും കാണത്തില്ല. അപ്പോൾ അവർക്ക് നമുക്ക് മെയിൻ്റനൻസും ഇല്ല, മെയിൻ്റനൻസും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, സ്പെയർ കിട്ടത്തില്ല. അതെ, ഇതിപ്പം ഹാഫ് ടാങ്കോളം ഉണ്ട്. ഹാഫ് ടാങ്ക് ആണ് ഇത് കാണിക്കുന്നത്. ഇനി 2 ലൈറ്റ് കൊണ്ട് നമുക്ക് കത്താറുണ്ട്. ഇത് ഫുൾ വരും. ഇത് വന്നിട്ട് റിസർവ് ആണ് വരുന്നത്. ഈ റെഡ് വരുമ്പോഴത്തേക്ക് റിസർവ്. റെഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 30 കിലോമീറ്റർ ഓട്ടം. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം ഈഞ്ചക്കിലുള്ള റോയൽ ഓട്ടോ ഗാരേജിലാണ്. ഇവിടെ CNG വിറ്റുന്ന ഒരു സ്ഥാപനമാണ് ഓട്ടോറിക്ഷകൾക്ക്. അതായത് പെട്രോൾ വണ്ടി, പെട്രോൾ LPG അല്ലേ, പെട്രോൾ LPGക്ക് CNG വിറ്റുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ നമ്മുടെ അനീഷേട്ടുണ്ട്. അനീഷേട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമോ, എങ്ങനെയാണെന്ന് പറയുമോ? നമ്മൾ വന്നിട്ട് CNG റെട്രോ ഫിറ്റിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇപ്പോൾ പെട്രോൾ LPG വണ്ടി, നിലവിലുള്ള പെട്രോൾ LPG വണ്ടി നിങ്ങൾക്ക് വണ്ടി മാറാതെ തന്നെ നമുക്ക് CNGയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ LPG വണ്ടിയും പെട്രോൾ വണ്ടി ഇപ്പോൾ നിലവിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LPG വണ്ടികൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ LPG കിട്ടാനൊരു ബുദ്ധിമുട്ട്. ഓൾറെഡി ഇപ്പോൾ 4 പമ്പ് ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ ഓൾറെഡി ഒരു പാർശ്വ പമ്പ് ക്ലോസ് ചെയ്തു. ബാക്കിയുള്ള 3 പമ്പുകളും ഇപ്പോൾ CNGയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് നമ്മുടെ LPG വണ്ടി, നിലവിലുള്ള LPG വണ്ടി നിങ്ങൾക്ക് ആ വണ്ടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് CNGയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിപ്പം നമുക്ക് AGNP പ്രദമാണ് നമുക്ക് ഇവിടെ CNG സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർ നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 20,000 രൂപയുടെ സബ്സിഡി അവർ തരുന്നുണ്ട്. പ്ലസ് നമ്മളെ കമ്പനിയുടെ ഓഫറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വെറും 15,000 രൂപയ്ക്ക് നമുക്ക് CNGയിലേക്ക് മാറാം. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. 15,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ LPG വണ്ടി നിങ്ങൾക്ക് CNGയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടമാണ് വരുന്നത്. നമ്മുടെ CNG ആകുമ്പോഴത്തേക്കും LPG കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണല്ലേ? അതെ, LPG നമുക്ക് മൈലേജ് ഡബിൾ ആണ്. അതായത് നമുക്ക് LPG അല്ലെങ്കിൽ പെട്രോൾ വെഹിക്കിളിൽ നിങ്ങൾക്ക് ബജാജിന്റെ ആവട്ടെ TVS ഓട്ടോ ആവട്ടെ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് 25 മൈലേജ്. 20-നും 30-നും ഇടയ്ക്ക് മൈലേജ് ഇടുന്നത് 28 അല്ലെങ്കിൽ 30. ഇത് നമുക്ക് CNGയിലേക്ക് വരുമ്പോഴത്തേക്ക് ഡബിൾ ആവുകയാണ്. അത് 25 എന്നുള്ള നേരെ 50-ലോട്ട് പോവുക. അപ്പോൾ 45 മുതൽ 50 വരെ. അപ്പോൾ സിറ്റിക്ക് അകത്താണെങ്കിൽ പോലും 45 മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ചെയ്ത കസ്റ്റമേഴ്സിന് 45 പ്ലസ്, അത് 50 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ 50-ന് മുകളിൽ നമുക്ക് അല്ലാത്ത റോഡിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓട്ടോറിക്ഷയിൽ CNG ഫിറ്റ് ചെയ്യുന്നതും അതിന്റെ ആക്സസറീസ് ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ഈഞ്ചക്കിലാണ്. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വണ്ടി സർവീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഓട്ടോയുടെ സർവീസ് സെൻ്ററാണ്. ഓട്ടോയുടെ എല്ലാ എഞ്ചിൻ വർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പെട്രോൾ LPGയിൽ നമ്മൾ ഓൾറെഡി നമുക്കൊരു ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിലാണ് CNG ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ പെട്രോൾ കസ്റ്റമേഴ്സ് LPG കസ്റ്റമേഴ്സ് ഓൾറെഡി നമുക്കുണ്ട്. അപ്പോൾ അവർ തന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഓഫർ കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് എണ്ണം കൂടുതൽ. അപ്പോൾ ട്രിവാൻഡ്രം ഫുള്ള് നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. അത് സാഗാസിന്റെ കമ്പനി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബ്രാൻഡഡ് കമ്പനിയാണ്. സാഗാസിന്റെ കിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതേമാതിരി CNG കിട്ടുന്നത് ഇവരെ നിങ്ങൾ സ്ഥാപിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. പനിഷേട്ടാ, നമ്മുടെ ഇതാണ് വണ്ടിയുടെ ടാങ്ക് അല്ലേ യൂസ് ചെയ്യുന്നത്? അതെ, ഇത് നമുക്ക് CNGയുടെ ടാങ്കാണ് വരുന്നത്. ഇത് വന്നിട്ട് SILന്റെ ടാങ്കാണ് വരുന്നത്. നമ്മുടെ ഇത് വന്നിട്ട് 30 ലിറ്റർ കപ്പാസിറ്റിയുടെ ടാങ്കാണ്. ഇതിൽ നമുക്ക് 4.5 kg CNG ഗ്യാസ് കൊള്ളും. രണ്ട് മോഡൽ ടാങ്ക് വരുന്നുണ്ട്. ഇത് ചെറിയ ടാങ്കാണ് വരുന്നത്. ഇതിൽ നീളം കൂടിയ ടൈപ്പ് ടാങ്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് 2 സ്ട്രോക്ക് വണ്ടിക്കാണ് ഉപയോഗിക്കുന്നത്. അത് 4 സ്ട്രോക്ക് വണ്ടിക്ക്. അത് 4 സ്ട്രോക്ക് TVSനും ബജാജിനും 4 സ്ട്രോക്കിന്റെ. ഇത് വന്നിട്ട് 2 സ്ട്രോക്കിന്റെ വണ്ടിക്കും അതുപോലെ തന്നെ ആപ്പേ വണ്ടിക്കും ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മറ്റേ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റില്ല? മീൻസ് നമ്മുടെ ഈ ലോഡ് ചെയ്യുന്ന ആ വണ്ടിയൊക്കെ പറ്റുമോ? ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നിലവിലുള്ളത് ബജാജിന്റെ 4 സ്ട്രോക്ക് വണ്ടികൾക്ക്, അതായത് ചെറിയ വണ്ടികൾക്ക്, പിന്നെ അതുപോലെ TVSന്റെ വണ്ടിക്ക്, പിന്നെ ബജാജിന്റെ മാക്സിമ വണ്ടി വരുന്നുണ്ട്. മാക്സിമ, അതുപോലെ മാക്സിമ IZ, അതുപോലെ ഒപ്റ്റിമ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ആപ്പയ്ക്കും വരുന്നുണ്ട്. നമ്മുടെ ലോഡ് കൊണ്ടുപോകുന്ന ആ വണ്ടിക്ക് ഇല്ല, അതിനില്ല. പാസഞ്ചർ വണ്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ടാങ്ക് വരുന്നത് അല്ലേ? ഈ രണ്ട് മോഡലിൽ ടാങ്കിന് എങ്ങനെ വാറണ്ടി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടോ? ടാങ്കിന് തീർച്ചയായിട്ടും വാറണ്ടി ഉണ്ട്. 10 വർഷം വാറണ്ടിയാണ് ടാങ്കിന് വരുന്നത്. അതിൽ നമുക്ക് CNG വണ്ടികൾക്ക് നമുക്ക് 3 വർഷം കൂടുമ്പോഴത്തേക്ക് കാലിബ്രേഷൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ 3 വർഷം, അതായത് നമ്മൾ വണ്ടി ഇന്നിപ്പം ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CNG ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത 3 വർഷം കഴിഞ്ഞ് ഈ ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കാലിബ്രേഷൻ ചെയ്യേണ്ടി വരും. അതിപ്പോൾ നിലവിൽ നമുക്കുള്ളത് ഏറ്റവും അടുത്തുള്ളത് നിയർ ബൈ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അത് നമുക്ക്
ഓൾറെഡി വണ്ടി സെയിലാവുന്ന അനുസരിച്ച് നമുക്ക് ട്രിവാൻഡ്രത്തും വരും. അതായത് ഒരു 1-2 വർഷത്തിനകത്ത് ട്രിവാൻഡ്രത്തും വരും. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ആലപ്പുഴ മാത്രമേ ഉള്ളൂ. ചെയ്യാറാകുമ്പോഴത്തേക്ക് ഓൾറെഡി ട്രിവാൻഡ്രത്തും. നമ്മളിപ്പോ പെട്രോൾ വണ്ടി നമ്മൾ CNG മാറിയതിനു ശേഷം നമ്മൾ RTO അതിനെ കുറിച്ച് അറിയിക്കേണ്ടതുണ്ടോ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിലും LPG വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ RTO അറിയണം. കാരണം നമുക്ക് LPG കിറ്റ് ഓൾറെഡി ഉള്ള LPG കിറ്റ് മാറ്റി നമ്മൾ CNG കിറ്റ് കയറ്റുമ്പോഴത്തേക്ക് RTOയിൽ ഇൻഫോം ചെയ്യണം. അതിന് RTOയിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു 20 പേജോളം വരും. അത് നമ്മൾ ആ വണ്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് RTOയിൽ ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഫോം, RC ബുക്ക്, അതുപോലെ ഇൻഷുറൻസിന്റെ ഒരു കോപ്പി, അതുപോലെ കസ്റ്റമറിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, ആധാർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ RTOയിൽ ഒരു ഫോം ഉണ്ട്. അപ്പോൾ ആ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ടാങ്കിന് പറഞ്ഞ 10 ഇയർ വാറണ്ടിയാണ്. ടാങ്കിന് വരുന്നത് 10 ഇയർ വാറണ്ടിയാണ്. നമ്മുടെ കിറ്റിന് വരുന്നത് 1 ഇയർ വാറണ്ടിയാണ്. നമ്മുടെ കിറ്റ് ഒന്ന് പരിചയപ്പെടാൻ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ വേറെ വണ്ടിയുള്ള കിറ്റ് ആണല്ലേ? അതെ, ഇത് നമുക്ക് വരുന്നത് TVSന്റെ കിറ്റാണ്. ഇത് വന്നിട്ട് 4 സ്ട്രോക്ക് ബജാജ് 4 സ്ട്രോക്ക് BS4ന്റെ കിറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇത് TVSന്റെ കിറ്റാണ് വരുന്നത്. TVSന്റെ LPG to CNG വരുന്ന കിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ആപ്പയുടെ കിറ്റ് വരുന്നുണ്ട്. നമുക്ക് അവിടെ 2 സ്ട്രോക്ക് TVS കിങ് ഉണ്ട് അല്ലേ? ഇത് TVS അതിൽ വലുപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പെട്രോൾ ടു CNG ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഫിറ്റിംഗ് യൂണിറ്റ് എല്ലാം അതിന് അത്ര സാധനങ്ങൾ നമുക്ക് വരും. അടുത്തത് അതേസമയം നമുക്ക് ഈ പെട്രോളിന്റെ 4 സ്ട്രോക്ക് ബജാജിന്റെ പെട്രോൾ വണ്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ LPG വണ്ടി ആകുമ്പോഴത്തേക്ക് അതിൽ ഫിറ്റിംഗിന്റെ സാധനം വരില്ല. നമുക്ക് സാധനങ്ങളെല്ലാം കുറവായിരിക്കും. അതിൽ റെഗുലേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് TVSന്റെ കിറ്റാണ്. അതുപോലെ 2 സ്ട്രോക്കിന്റെ ബജാജ് 2 സ്ട്രോക്കിന്റെ കിറ്റ് നമുക്ക് വരുന്നുണ്ട്. അതെ, ബജാജ് 2 സ്ട്രോക്കിന്റെ കിറ്റ് അങ്ങനെ ഓരോ ടൈപ്പിനും ഓരോ കിറ്റാണ്. അപ്പോൾ BS3ക്കും BS4നും വരെ നമുക്ക് വേറെ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. ലോക്കൽ കിറ്റുകൾ നമുക്ക് എല്ലാത്തിനും ഒരേ കിറ്റ് ആൾട്രേഷൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കപ്ലിംഗ് കാര്യങ്ങളെല്ലാം അതിലാണ് വരുന്നത്. വയറിംഗ് ഉൾപ്പെടെ എല്ലാം അതിലാണ് വരുന്നത്. ഓരോ വണ്ടിക്ക് ഈ കിറ്റ് നമുക്ക് ബജാജ് 4 സ്ട്രോക്കിനാണെങ്കിൽ നമുക്ക് ഈ കിറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ കിറ്റ് എടുത്തിട്ട് നമുക്ക് ആൾട്രേഷൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതിന്റെ കിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ പെർഫോമൻസ്, അതുപോലെ മൈലേജ്, എല്ലാ കാര്യങ്ങളും പക്ക അതിൽ കിട്ടും. അതിൽ നമുക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോയാലും കസ്റ്റമറിന് ടെൻഷൻ ഇല്ല, നമുക്കും ടെൻഷൻ ഇല്ല. അതാണ് സാഗസിന്റെ കിറ്റിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ ഉപയോഗിക്കുന്നത് പ്രീമിയം കിറ്റ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് BS4 LPG വണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയം കിറ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ല അതിൽ കുറഞ്ഞ കിറ്റ്, കൂടി കിറ്റ്, മീഡിയം കിറ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒറ്റ കിറ്റ്, അതായത് നമ്മൾ പ്രീമിയം ആയിട്ടുള്ള കിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ പാർട്സിന്റെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴേ നമ്മുടെ മൊത്തത്തിൽ ടാങ്കിന് 10 വർഷം വാറണ്ടി പറഞ്ഞു. എല്ലാത്തിനും ടോട്ടലായിട്ട് എത്ര വാറണ്ടി? നമുക്ക് ഇതിന്റെ കിറ്റിന് വരുന്നത് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. 1 ഇയർ വാറണ്ടി ഫുൾ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് വരുന്നത്. അതായത് എന്തെങ്കിലും ഒരു പാർട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് തരും. അതായത് നമ്മൾ അതിൽ ആൾട്രേഷനോ സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഫുൾ റീപ്ലേസ് ചെയ്തതിനെ തരും. അതുപോലെ 1 ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 5 വർഷം പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നം വരത്തില്ല. കാരണം സാഗസിന്റെ കിറ്റുന്നത് അത്ര ബ്രാൻഡഡ് കിറ്റാണ്. 22 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കിറ്റാണ്. 22 വർഷമായിട്ട് നിലവിലുള്ള കിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ ഒരു പ്രശ്നം നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് വരുന്നത്. അതെ, നമുക്ക് ഫുൾ കിറ്റാണ് വരുന്നത്. ഇതിൽ വന്നിട്ട് ഇത് നമുക്ക് ടാങ്ക് പിടിപ്പിക്കുന്ന ഇതാണ്. അതുപോലെ നമുക്ക് ഇതിൽ എല്ലാ സാധനങ്ങളും ഒറ്റ ബോക്സിന് നമ്മൾ കിറ്റിൽ തന്നെ വരും. അതുപോലെ തന്നെ നമുക്ക് വയറിംഗ് ഒന്നും കട്ടേണ്ടി വരില്ല. എല്ലാം കപ്ലർ വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. നമ്മൾ ആൾട്രേഷൻ ചെയ്ത് ഒരു പരിപാടി ചെയ്യേണ്ടി വരത്തില്ല. എല്ലാം കപ്ലറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ വണ്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതെ, ഇത് വന്നിട്ട് ഇത് നമുക്ക് പെട്രോൾ CNG മോഡ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൽ നമുക്ക് ഗേജ് ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇത് പെട്രോൾ മോഡിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ന്യൂട്രൽ സ്വിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് CNGയിലേക്ക് മാറ്റാണ്. എല്ലാം 1 സ്വിച്ചിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. മിക്കവാറുള്ള കിറ്റുകളിൽ നമ്മൾ പെട്രോളോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബാക്കിൽ ഇറങ്ങിയിട്ട് നമ്മൾ പെട്രോളിന്റെ ആ പൈപ്പ് മാറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരുപാട് കിറ്റുകൾ ചെയ്തവർ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളെ കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടി നമുക്ക് സിലിണ്ടർ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. അത് മാറ്റിയിട്ട് നമുക്ക് കിറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്ത് നമ്മുടെ കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരുപാട് പേര് കിറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് മിസ്സിങ്ങിന്റെ പ്രശ്നം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതുപോലത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ പെട്രോളിൽ നമുക്ക് ഒറ്റയടിക്ക് CNGയിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് അതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് ബാക്കി ഇറങ്ങിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മിസ് ഫയറിങ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഇത് നമ്മുടെ റെഗുലേറ്ററാണ്. റെഗുലേറ്റർ പ്ലസ് നമുക്ക് സോളിനോയിഡ് സ്വിച്ച് വരുന്നുണ്ട്. ഇത് അതിന്റെ ഡയഫ്രം സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതിന്റെ ECU ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ്. നമ്മൾ ഈ പെട്രോളിന്റെ കണക്ഷനും ഇതിന്റെ കണക്ഷനും തന്നെയാണ് കൊടുക്കുന്നത്. അതെ, പെട്രോളിന്റെ കണക്ഷൻ പെട്രോളിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സോളിനോയിഡ് സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് പെട്രോളിന് വരുന്ന സോളിനോയിഡ് സ്വിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ പെട്രോളിന്റെ മോഡലോട്ട് ഓൺ ആകുമ്പോഴത്തേക്ക് ഈ സോളിനോയിഡ് സ്വിച്ച് ഓൺ ആവും. ഇതെല്ലാം ഒരു സ്വിച്ചിൽ തന്നെ നമുക്ക് ചെയ്യാന്നുള്ളൂ. അല്ല നമുക്ക് വേറെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇത് നമുക്ക് വരുന്നത് ഇതിന്റെ വാൾവാണ്. അതുപോലെ ഇതിൽ നമുക്ക് ഫില്ലിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇത് പ്രഷർ ഗേജ്. ഇതിൽ നമുക്ക് പ്രഷർ അറിയാൻ പറ്റും. ഫ്രണ്ടിൽ അറിയുന്നത് പോരാന്നിട്ട് ബാക്കിൽ നമുക്ക് ഗേജ് അറിയാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ ലൈറ്റ് വെച്ചിട്ട് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓൾറെഡി ഇത്ര ലൈറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് റിസർവ് ആണ്. ബാക്കിയെല്ലാം വണ്ടിയിൽ ഫിറ്റ് ചെയ്ത വണ്ടി നമുക്ക് നോക്കാം. അതെ, തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഇതാണ് നമുക്ക് വരുന്നത്. ഇതാണ് കിറ്റ് വരുന്നത്. അതെ, നമുക്ക് വണ്ടി ഒന്ന് നോക്കാം. അതെ, തീർച്ചയായിട്ടും നോക്കാം. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു മുമ്പ് ഇവിടെ ചെയ്തിട്ട് ഒരു പീര് പോകുന്നു അല്ലെ? ചേട്ടന്റെ പേര് പീര് പോകുന്നു. ചേട്ടാ ഇവിടെ ചെയ്തതല്ലേ? ഇവിടെ റോയൽ കെയർ. ഓക്കെ, ചെയ്തിട്ട് എത്ര ആളായി? ചെയ്തിട്ട് രണ്ടാഴ്ചയായി.
ഒന്നരാഴ്ച എങ്ങനെയുണ്ട് ഇപ്പം അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് അടിപൊളിയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 185 മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്തു. ട്യൂൺ ചെയ്തതിന് ശേഷവും ചെക്ക് ചെയ്ത് 185 എനിക്ക് കിട്ടുന്നുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വണ്ടി ഒറ്റ അടിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും ഇല്ല, ഇതുവരെക്കും ഒന്നും ഇല്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ മിസ്സിംഗ് എന്തെങ്കിലും അല്ല അങ്ങനെ ഒന്നുമില്ല. പവർ ഡ്രോപ്പ് പവർ ഒന്നും കുറവില്ല മുമ്പത്തെ കാലം? അല്ല ക്ലിയർ ആണ്. മുമ്പ് എന്തായിരുന്നു, പെട്രോൾ ആയിരുന്നു ഗ്യാസ് ആയിരുന്നു? മുമ്പ് പെട്രോളും ഗ്യാസും ആയിരുന്നു. അപ്പൊ അതിന് നമുക്ക് പിന്നെ മൈലേജിന്റെ പ്രശ്നവും കാര്യങ്ങളും വന്നതിന് ശേഷം പമ്പുകൾ കുറവല്ലേ, 2 പമ്പേ നമ്മൾ ഏരിയയിലുള്ളൂ. അപ്പൊ നമുക്ക് ഈ സാധനം ക്ലിയർ ആയിട്ട് കിട്ടാനില്ലാത്ത പേരിൽ ഞാൻ CNG യിലേക്ക് മാറിയതാണ്. ഇപ്പൊ CNG യിലേക്ക് ഇവിടെ 4 പമ്പുണ്ട്. നമുക്ക് എല്ലാ ഇപ്പൊ ഓൾറെഡി 4 പമ്പുണ്ട്. ഇപ്പൊ നമ്മൾ 381 രൂപയ്ക്ക് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 2000-2500 ഓടാം. 2 ദിവസം എന്റെ ഓട്ടത്തിന് 2 ദിവസം ഞാൻ ഓടും. പെട്രോൾ ആണെങ്കിൽ അത് 1000-600 രൂപയ്ക്ക് അടിക്കണം. ഇത്രയും പൈസ ഓടണമെങ്കിലും ഇത്രയും പൈസ ഓടൂലെങ്കിലും 1000-600 രൂപയ്ക്ക് ഓടി അടിച്ചാലും ഇത്രയും പൈസ ഓടൂല. ഇതിപ്പം ചെയ്തിട്ട വണ്ടിയാണല്ലേ? അതെ, ഇത് നമുക്ക് ഓൾറെഡി CNG ഫിറ്റ് ചെയ്ത വണ്ടിയാണ്. ഇത് ഫിറ്റ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 2 വീക്സ് ആവും. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പാർട്സ് എല്ലാം നോക്കാം. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഒരു സ്റ്റിക്കർ കൊടുത്താൽ? അതെ, ഇത് നമ്മുടെ സ്റ്റിക്കറാണ്. ഇത് നമ്മൾ പെട്രോൾ ടു CNG മാറിയതാണ്. അതുപോലെ നമുക്ക് ഇതിൽ LPG ടു CNG ആണ്, LPG ടു CNG നമ്മുടെ ബ്രാൻഡിംഗ്. നമുക്കിതിൽ ഫസ്റ്റ് വരെ നമ്മുടെ ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സീറ്റിന്റെ അടിയിലാണ് വരുന്നത്. പാസഞ്ചർ സീറ്റിന്റെ അടിയിലാണ് വരുന്നത്. നമുക്ക് ഡോർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫില്ലിംഗ് യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് വലിയ ഫില്ലിംഗ് യൂണിറ്റ് ആണ്. ഇത് നമുക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഫില്ലിംഗ് യൂണിറ്റ് വരുന്നത്. ടാങ്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എഞ്ചിൻ അഴിച്ചിട്ടാണ് നമുക്ക് ടാങ്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ ബോഡി അഴിക്കേണ്ടി വരും. ബോഡി അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് അതിൽ ടാങ്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും. അതെ, ടാങ്ക് നമുക്ക് ബോഡി അഴിച്ച് മാറ്റിയാലേ ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് LPG ലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. LPG ലാണെങ്കിൽ നമുക്ക് ഓൾറെഡി LPG ടാങ്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. നമുക്ക് ആ സ്പേസിൽ തന്നെ നമുക്ക് ഈ ടാങ്ക് എടുത്ത് വെക്കാം. പെട്രോളിലാകുമ്പോൾ നമ്മൾ അവിടെ വേക്കൻറ്റ് സ്പേസ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഈ CNG ടാങ്ക് ഫിറ്റ് ചെയ്യും. ഇതാണ് ടാങ്ക് ഫിറ്റ് ചെയ്യാം. ഇതിന്റെ പ്രഷർ ഗേജ് അല്ലേ? അതെ, ഇത് പ്രഷർ ഗേജ് ആണ്. ഇതിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര നമുക്ക് ഗ്യാസ് ഫില്ല്. നമുക്ക് ഈ വാൾവാണ്. ഈ വാൾവ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് വരുന്നത് ഇത് ബാക്കിൽ നമുക്ക് ഇതിന്റെ ECU വരുന്നുണ്ട്. ഇത് നമുക്ക് വരുന്ന സാഗസിന്റെ കിറ്റ് ഇലക്ട്രോണിക് കിറ്റാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ECU വരുന്നത്. അതുപോലെ ഇത് പെട്രോളിന്റെ സോളിനോയിഡ് സ്വിച്ച് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെട്രോൾ മോഡിൽ ഇടുമ്പോഴത്തേക്ക് ഈ സോളിനോയിഡ് സ്വിച്ച് ആക്റ്റീവ് ആവുകയും ഇതിൽ നിന്നുള്ള പെട്രോൾ നമുക്ക് ഇതുവഴി കാർബറേറ്ററിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ സ്വിച്ച് ഓൺ മാറ്റിയിട്ട് CNG-യിലോട്ട് വരുമ്പോഴത്തേക്ക് CNG-യുടെ സോളിനോയിഡ് സ്വിച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ആക്റ്റീവ് ആവുകയും അത് നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിൽ റെഗുലേറ്റർ വന്നിട്ട് താഴെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് റെഗുലേറ്റർ, സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ സെപ്പറേറ്റ് ഇല്ല. ഒറ്റ റെഗുലേറ്റർ തന്നെയാണ് നമുക്കെല്ലാം വരുന്നത്. നമുക്ക് അതിൽ ഫ്രണ്ടിൽ സ്വിച്ചിൽ തന്നെ ഓഫ് ചെയ്യാം. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ താക്കോൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഇഗ്നിഷൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി എല്ലാം ഓഫ് ആവും. അതുപോലെ നമുക്ക് ഇതിൽ വരുന്നത് ഇത് നമ്മുടെ ECU വരുന്നതെല്ലാം നമുക്ക് മെറ്റാലിക് ബോഡിയാണ് വരുന്നത്. അപ്പോൾ ഈ എഞ്ചിന്റെ ചൂടൊന്നെങ്കിലും കാരണം നമുക്ക് നോർമലി വരുന്ന ഈ ലോക്കൽ കിറ്റ്സിലൊക്കെ നമുക്ക് ഇതിന്റെ ഫൈബർ വരുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് കുറെ നാൾ 2 വർഷം 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉരുവി പോകുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിൽ വരുന്നത് ഫുള്ളി മെറ്റാലിക് ബോഡിയാണ്. പ്രീമിയം കിറ്റ് നമുക്ക് വരുന്നത് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് അതെ, ലോക്കൽ കിറ്റ്സ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ വന്നിട്ട് നമ്മളിപ്പം ഒരു സൈഡിൽ CNG വരുമ്പോഴത്തേക്കും ഒരുപാട് ലോക്കൽ കിറ്റ്സ് നമുക്ക് വന്നിട്ട് ചെയ്ത് കുറെ കൺവേർഷൻ ചെയ്തിട്ട് പോകുന്നത് കാണാം. ആ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരും കാണത്തില്ല. അപ്പോൾ അവർക്ക് നമുക്ക് മെയിൻ്റനൻസും ഇല്ല, മെയിൻ്റനൻസും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, സ്പെയർ കിട്ടത്തില്ല, സർവീസ് കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മൈസൂർ ആയാലും ബാംഗ്ലൂർ ആയാലും ചെന്നൈയിൽ എല്ലായിടത്തും കണ്ടുവരുന്നത് ലോക്കൽ കിറ്റ്സ് ഒന്ന് ചെയ്തിട്ട് പോകും. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരെല്ലാം കിടന്നു പോകും. സർവീസ് കിട്ടത്തില്ല, സ്പെയർ കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവർ വന്നിട്ട് നമ്മുടെ സാഗാസ് കിറ്റിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ സാഗാസ് കിറ്റിൽ മാറുമ്പോൾ നമ്മൾ സിലിണ്ടർ മാത്രം യൂസ് ചെയ്യാം. പക്ഷേ ബാക്കി കിറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ സാഗാസിന്റെ കിറ്റ് ചെയ്യണം. അതെ, തീർച്ചയായും സാഗാസ് ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. വേറെ ഏത് കിറ്റ് ചെയ്താലും നമ്മൾ അതിലോട്ട് മാറേണ്ടി വരും. അത് തന്നെയാണ്. ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ഗേജ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ അറിയാൻ പറ്റും. ഡ്രൈവർ സീറ്റ് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പോൾ? അതെ, അതിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര CNG ഉണ്ടെന്നുള്ളത് ലെവലിൽ അറിയാൻ പറ്റും. ഈ റെഡ് വന്നിട്ട് നമുക്ക് റിസർവ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പെട്രോൾ മോഡ്, ന്യൂട്രൽ മോഡ് എല്ലാം മാറ്റാൻ പറ്റും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ന്യൂട്രൽ മോഡ് ആവും, മോളിലോട്ട് ആയി കഴിഞ്ഞാൽ പെട്രോൾ മോഡ് ആവും. തിരിച്ച് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് CNG മോഡ്. അതെ, ഇതിൽ ഇതിപ്പം ഹാഫ് ടാങ്കോളം ഉണ്ട്. ഹാഫ് ടാങ്ക് ആണ് ഇത് കാണിക്കുന്നത്. ഇനി 2 ലൈറ്റ് കൊണ്ട് നമുക്ക് കത്താറുണ്ട്. ഇത് ഫുൾ വരും. ഇത് വന്നിട്ട് റിസർവ് ആണ് വരുന്നത്. ഈ റെഡ് വരുമ്പോഴത്തേക്ക് റിസർവ്. റെഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 30 കിലോമീറ്റർ ഓടാനുള്ള CNG കാണുള്ളൂ. അപ്പോൾ നമ്മൾ പമ്പിലേക്ക് പോവുക, പിടിക്കുക. റെഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് CNG ഫില്ല് ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആണല്ലേ? അതെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് പെട്രോളോട്ട് തിരിച്ച് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വിച്ചിന്റെ ആവശ്യമുള്ളൂ. സ്വിച്ച് തന്നെ നമുക്ക് പെട്രോളോട്ട് മാറാൻ പറ്റും. തിരിച്ച് CNG-ലോട്ട് നമുക്ക് കണ്ടിന്യൂസ് നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് ഓടണമെങ്കിൽ അത് ഓഫ് ചെയ്താൽ മതി. അത് ഓഫ് ചെയ്ത് പെട്രോൾ മോഡിൽ ഇട്ടിട്ട് നമുക്ക് കണ്ടിന്യൂസ് നോർമൽ പെട്രോൾ. ഇതിൽ നമുക്ക് നോർമലി 8 ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് ഓൾറെഡി വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മാറ്റില്ല. ആ 8 ലിറ്റർ നമുക്ക് കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റും.
നമുക്കിപ്പോൾ CNG ഇല്ലാത്ത ഏരിയയിലൂടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പെട്രോൾ ഇട്ടിട്ട് നോർമലി ഓടുന്നത് തന്നെ പോകണം. അപ്പോൾ ഞാൻ സംശയം നമ്മൾ ഈ CNG പെട്രോളോട് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴേ നമ്മൾ മുമ്പ് കിട്ടിക്കൊടുന്ന പെട്രോളിന്റെ മൈലേജ് തന്നെ വീണ്ടും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതിൽ നമുക്ക് ഒരു 2 കിലോമീറ്റർ വരെ 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ കുറയാൻ ചാൻസ്. കാരണം വെച്ചാൽ നമുക്ക് കാർബണിലുള്ള ഒരു ജെറ്റൊക്കെ നമ്മൾ മാറിയിട്ടാണ് CNGയിലേക്ക് വരുന്നത്. അപ്പോൾ CNGയുടെ എയർ ഫ്യൂൽ റേഷ്യോ വ്യത്യാസമുണ്ട്, പെട്രോൾ വരുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട്, LPGയിൽ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ CNGയുടെ എയർ ഫ്യൂൽ റേഷ്യോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെട്രോൾ വരുമ്പോഴത്തേക്ക് 1 ലിറ്റർ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നമുക്ക് കുറയും, നോർമലി വരുന്നുണ്ടെങ്കിലും കുറയും. അങ്ങനെ ചെറിയ വ്യത്യാസം മാത്രമേ ചെറിയ വ്യത്യാസം വരും. നമ്മുടെ ഒരു പുതിയൊരു കസ്റ്റമർ സുനിൽകുമാറാണ് അല്ലേ? നമ്മളിപ്പോ ജസ്റ്റ് കിട്ടിയതല്ലേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാണ് CNGയിലോട്ട് വരാനുള്ള കാരണം എന്താണ്? CNGയിലോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ LPG ആയിരുന്നു വണ്ടി. LPG ഇവിടെ തന്നെ 3 പമ്പേ ഉള്ളൂ. ഒന്ന് മുട്ടത്തറയും, ഒന്ന് കിള്ളിപ്പാലത്തും, ഒന്ന് പള്ളിച്ചലുമാണ്. ഇത് ചില സമയത്ത് ഒരിടത്തും കാണില്ല, ചിലപ്പോൾ രാത്രി മുഴുവനും ചെന്ന് കിടക്കേണ്ടി വരും. ഇടയ്ക്കടുത്ത് കിള്ളിപ്പാലത്ത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് 11:30 മണിക്ക് പോയാൽ ഞാൻ രാത്രി 8:30 9 മണി വരെ അവിടെ നിൽക്കേണ്ടിയിരുന്നു. അത്രയ്ക്ക് മാത്രം നമുക്ക് വണ്ടി ഓടാൻ പറ്റില്ല. നമ്മളിതുകൊണ്ട് ഓടി ജീവിക്കുന്ന പറ്റണം. അപ്പം വണ്ടി ഓടാൻ ഒരു നിവർത്തിയില്ല, ഗ്യാസ് കിട്ടാനില്ല. അതുപോലെ തന്നെ മൈലേജ് ഗ്യാസിന് മൈലേജ് ഒരുപാട് കുറവാണ്. അപ്പോൾ ഈ CNGയുടെ ഈ മൈലേജ് കൊണ്ട് എന്നുള്ളത് എല്ലായിടത്തും ഒരുപാട് പമ്പുകളിലൊക്കെ ആയി. അതുകൊണ്ട് നമ്മുടെ റോയൽ ആട്ടോയിൽ ഞാനത് അറിഞ്ഞു, അങ്ങനെ ഇവിടെ വന്നു. ഇവിടുത്തെ സർവീസ് ഇഷ്ടപ്പെടല്ലോ? ഇവിടെ സർവീസ് ഒക്കെ ഇഷ്ടപ്പെടല്ലോ? സർവീസ് ഒക്കെ ഇഷ്ടപ്പെട്ടു, വളരെ നല്ല സർവീസ്. ഓക്കെ, അപ്പൊ ശരി, പരിചയപ്പെട്ട സന്തോഷം. പനീഷ്, നിങ്ങളുടെ ടീം അംഗങ്ങൾ ഇതാണല്ലേ, നിങ്ങളുടെ റോയൽ ഗാരേജിന്റെ? അതെ, ഇതാണ് നമ്മുടെ ടീം അംഗങ്ങൾ. അപ്പോൾ നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ഇത് നമ്മുടെ മാനേജറാണ് ഉള്ള സാറ് കേരള ഓട്ടോമൊബൈൽസിൽ നിന്ന് റിട്ടയർ ആയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബജാജ് ഷോറൂമിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ നമ്മളവിടെ ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ ശൈലേന്ദ്രജിയാണ്. പുള്ളി 18 വർഷം കൊണ്ട് സാഗാസിന്റെ കമ്പനിയിലുള്ളതാണ്. അപ്പോൾ സാഗാസിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ ഇത് പണ്ഡിറ്റ്ജി, പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ടീം വരുന്നത്. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങളുടെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കറക്റ്റ് വിളിച്ചോളൂ. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചാൽ നമ്മളിപ്പോൾ നല്ലൊരു ഓഫറാണ്. ഈ 15,000 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറാണ്. LPG കസ്റ്റമറിനായാലും പെട്രോൾ കസ്റ്റമറിനായാലും CNGയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓഫറാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക, എല്ലാവരും ചെയ്യുക. നമുക്കിപ്പം CNG ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് ഈ പെട്രോൾ വണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓഫറിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്രോൾ ഓടാം. പെട്രോൾ 8 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്, അതിൽ തന്നെ നിങ്ങൾക്ക് ഓടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് CNG പമ്പ് വരുന്നതനുസരിച്ച് ഇപ്പം പെട്ടെന്ന് പമ്പ് വരുന്നുണ്ട്. ഏതാണ്ട് ഈ മാർച്ചോട് കൂടി ഒരു 17 പമ്പ് നമുക്ക് ഈ ട്രിവാൻഡ്രത്ത് തന്നെ പ്രതീക്ഷിക്കാം. പെട്ടെന്ന് പടപടാ റെഡിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ നിങ്ങളെ വണ്ടികളുണ്ടെന്ന് കൺവേർട്ട് ചെയ്യുക. പെട്രോൾ വണ്ടിയാണെങ്കിൽ ഇപ്പോഴേ കൺവേർട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് CNG വരുമ്പോഴത്തേക്ക് ഈ ഓഫർ അപ്പോഴും ഈ ഓഫർ കാണണമെന്നില്ല. അപ്പോൾ ഈ ഓഫർ ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഉപകാരപ്പെടും.